നമുക്ക് എഡിറ്റോറിയൽ നോക്കാം. എക്കണോമിക്സ് എക്സ്ക്ലൂഷൻ യൂസ് ഓഫ് സോൾ ഇൻകം ക്രൈറ്റീരിയൻ ഫോർ ക്വാർട്ടേഴ്സ് ഈസ് ക്വസ്റ്റനബിൾ ബട്ട് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ടു വർക്ക് ഇൻ എ നോൺ എക്സ്ക്ലൂഷണറി വേ. അപ്പോൾ EWS ആയി ബന്ധപ്പെട്ട എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്, എഡിറ്റോറിയലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10% വീക്കർ സെക്ഷൻസ് ഏതിൽ എക്കണോമിക്കലി ആയിട്ടുള്ള വീക്കർ സെക്ഷൻസ് ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്കുള്ള റിസർവേഷനെ കുറിച്ചാണ് കോടതി കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിധി വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ 10% റിസർവേഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്, ഭരണഘടനയായിട്ട് വിരുദ്ധമായി ഒന്നുമില്ല, ബേസിക് സ്ട്രക്ചറിനെ അത് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ബേസിക് സ്ട്രക്ചർ? അതായത് ഭരണഘടന എനാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോൾ എന്ന് പറയുന്ന കുറേ, അതിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനൊരിക്കലും ആൾട്ടർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് ബേസിക് സ്ട്രക്ചർ. ഏത് കേസിലാണ് ഈ ബേസിക് സ്ട്രക്ചർ തിയറി വന്നിരിക്കുന്നത്? കേശവാനന്ദ ഭാരതി കേസ് 1973 ഈ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എനാക്ട് ചെയ്തിരിക്കുകയാണ്. എനാക്ട് ചെയ്യല്ല, അതായത് ആ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞൊരു തിയറി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾസിനെ, ഭരണഘടനയിലെ പ്രിൻസിപ്പിൾസിനെ, തത്വങ്ങളെ എന്താക്കാൻ പാടില്ല, ഓൾട്ടർ ചെയ്യാൻ പാടില്ല, ചേഞ്ച് വരുത്താൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി മാറ്റാവുന്നതാണ്, ചിലത് മാറ്റാൻ പാടില്ലാത്തതാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്രക്സായി നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏത്? EWS റിസർവേഷൻ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷൻ. അപ്പോൾ ഇതിന് റിസർവേഷന് ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബൈ മെജോറിറ്റി ഓഫ് 3-2 3 ജഡ്ജസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് റൂൾ ദാറ്റ് ദ അമെൻമെൻറ്റ് ഡസ് നോട്ട് വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഹാസ് അപ്പേൽഡ് എ കൈൻഡ് ഓഫ് റിസർവേഷൻ ദാറ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ്സ് ദോസ് ഫ്രം 3 എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് ഓഫ് ബെനിഫിഷ്യറി ആൻഡ് ഈസ് എക്സ്റ്റെൻഡഡ് സോൾലി ഓൺ ദ ബേസ് ഓഫ് എക്കണോമിക് ക്രൈറ്റീരിയ. അപ്പോൾ ഈ 3 വിഭാഗക്കാരെ, SC, ST അല്ലെങ്കിൽ OBC അങ്ങനെയുള്ള വിഭാഗക്കാരെ ഒഴിവാക്കിക്കൊണ്ട്, മാത്രമല്ല ഈ റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ട് മാത്രം, സോൾലി എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ട് മാത്രം എന്താ പറയുക, റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ എക്കണോമിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കൺസിഡറേഷൻസ് മാത്രമേ, ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ മാത്രമേ ഇതിൽ നോക്കിയിട്ടുള്ളൂ. ഇതിനു മുമ്പും എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാ സാവനി കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അപ്പോൾ ഇന്ദിരാ സാവനി കേസ് 1992 9 ജഡ്ജ് ബെഞ്ച് അപ്പേൽഡ് OBC റിസർവേഷൻ ബട്ട് ഫേവേർഡ് എക്സ്ക്ലൂഷൻ ഓഫ് അഡ്വാൻസ് സെക്ഷൻസ് ഓഫ് ദ ബെനിഫിഷ്യറി കമ്മ്യൂണിറ്റീസ് ഫ്രം ഇറ്റ്സ് പർവ്യൂ. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഫോം ഓഫ് എക്കണോമിക് ക്രൈറ്റീരിയ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, OBC റിസർവേഷൻ ഇന്ദിരാ സാവനി കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നപ്പോൾ അതിൽ OBCയിലെ ക്രീം ആയിട്ടുള്ള ആൾക്കാർക്ക് ഒഴിവാക്കിക്കൊണ്ട്, എക്കണോമിക് ക്രൈറ്റീരിയ വെച്ച് അവരെ ക്രീം ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്കാണ് റിസർവേഷൻ കൊടുത്തിരിക്കുന്നത്. അതും ആദ്യമായിട്ട് എന്താണ്, ഈ പറഞ്ഞ എക്കണോമിക് ക്രൈറ്റീരിയ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വിധിയാണ്. ഇതിൽ ഈ എക്കണോമിക് ക്രൈറ്റീരിയ കൊണ്ടുവരുമ്പോൾ നമ്മൾ മറ്റ് വിഭാഗക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം OBCയിലെ അല്ലെങ്കിൽ SCയിലെ STയിലെ എക്കണോമിക് വീക്കർ സെക്ഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ, അല്ല മറ്റ് സെക്ഷൻസിനെ. കാരണം എക്കണോമിക് ക്രൈറ്റീരിയ നമ്മൾ ജനറൽ കാറ്റഗറിക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇതങ്ങനെ സ്ട്രൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റുന്നൊരു അമെൻമെൻറ്റില്ല. കാരണം പാർലമെൻറ്റിൻ്റെ ഒരു പവർ കാണിക്കുന്നതാണ്. കാരണം പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ, അതായത് ലോ മേക്ക് ചെയ്യുന്ന പവർ അത്ര എളുപ്പത്തിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കെയിം വിത്ത് കൺസിഡറബിൾ പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആസ് വെരി ഫ്യൂ മെമ്പേഴ്സ് വോട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ദ കോർട്ട് കുഡ് നോട്ട് ഹാവ് ലൈറ്റ്ലി സ്ട്രക്ക് ഇറ്റ് ഡൗൺ. ദ മെജോറിറ്റി അക്നോളജസ് പാർലമെൻറ്റ്സ് പവർ ടു ക്രിയേറ്റ് എ ന്യൂ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ, ന്യൂ ടാർഗറ്റ് ഓഫ് എഫോർമേറ്റീവ് ആക്ഷൻ. ഇപ്പം പുതിയൊരു ആക്ഷനാണ് ഈ പറഞ്ഞ എക്കണോമിക്കൽ ഈ വീക്കർ സെക്ഷന് റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പാർലമെൻറ്റിനുള്ള പവർ, അങ്ങനെ ഒരു പുതിയ ക്രൈറ്റീരിയ റിസർവേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാർലമെൻറ്റിൻ്റെ പവറിനെ അത്രയധികം എളുപ്പത്തിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി കോർട്ടിന് പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ആ ലോ വന്നപ്പോഴും വളരെ കുറച്ച് പേര് മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പത്തിൽ അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഫ്ലോ എവിടെയാണ്, ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണുള്ളത്? ദ അപ്രോച്ച് ഇസ് ക്ലിയർലി ഫ്ലോഡ് ബിക്കോസ് ദിസ് ക്രിയേറ്റ്സ് എ വെർട്ടിക്കൽ റിസർവേഷൻ സ്കീം ബേസ്ഡ് ഓൺ എക്കണോമിക് വീക്ക്നെസ്, എ ഫാക്ടർ ദാറ്റ് കുഡ് ബി അപ്ലിക്കബിൾ ടു ഓൾ കമ്മ്യൂണിറ്റീസ്. എന്തുകൊണ്ടും മറ്റ് കമ്മ്യൂണിറ്റീസിന് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവരുന്നില്ല. ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 8 ലക്ഷം ഇൻകം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ ലാർജ്ലി ഇൻക്ലൂസീവ് ആണെന്ന് പറയുന്നത്. കാരണം ദ എക്സിസ്റ്റിംഗ് ഇൻകം ക്രൈറ്റീരിയ ഓഫ് 8 lakhs in an year has already been questioned by the court in separate case as it is liable to result in excessive coverage of socially advanced classes. അപ്പോൾ ഇപ്പോൾ 7 ലക്ഷം ആനുവൽ ഇൻകം വാങ്ങുന്ന ആൾ പൂറസ്റ്റ് ഓഫ് പൂർ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? 8 ലക്ഷമാണ് ഈ പറഞ്ഞ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ക്രൈറ്റീരിയ വന്നിരിക്കുന്നത്. വെൻ ദോസ് എക്സംപ്റ്റഡ് ഫ്രം ഫയലിംഗ് IT റിട്ടേൺസ് ആർ ഓൺലി ദോസ് വിത്ത്
taxable income below 2.5 lakhs, it makes no sense to extend the reservation benefits to sections earning up to 8 lakhs. അപ്പോൾ 8 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാരെ എക്കണോമിക്കലി വീക്കർ സെക്ഷനായി കൺസിഡർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ആ ക്രൈറ്റീരിയ തന്നെ മോശമാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് ദ എക്കണോമിക് എമാൻസിപ്പേഷൻ കുഡ് ഹാവ് ബീൻ ബെറ്റർ അച്ചീവ്ഡ് ഇഫ് ദ ഇൻകം ബേസ്ഡ് റിസർവേഷൻ ഹാഡ് ബീൻ ത്രോൺ ഓപ്പൺ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അത് തന്നെയാണ് അത് ലോജിക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു സെക്ഷന് മാത്രമാണ് സാമ്പത്തികമായിട്ടുള്ള പാരാമീറ്റർ എടുക്കുന്നത്. സാമ്പത്തിക മാനദണ്ഡമാണെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ഫാക്ടേഴ്സ് മാനദണ്ഡമാണെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സെക്ഷൻസിന് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി മറ്റു ആൾക്കാർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം വയലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ബൈ ഇൻട്രൊഡ്യൂസിങ് എൻ ഇൻകം ക്രൈറ്റീരിയ ആൻഡ് ബാറിങ് OBC ബിസൈഡ് SC/ST കമ്മ്യൂണിറ്റീസ് ഫ്രം EWS ലോ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന പാരാമീറ്റർ അവിടെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ OBCക്കും മറ്റ് സെക്ഷൻസിനും ദർ ഇസ് എ ക്ലിയർ വയലേഷൻ ഓഫ് ഈക്വാലിറ്റി ഇൻ ദർ എലിജിബിലിറ്റി ടു അവൈൽ എ പാർട്ട് ഓഫ് ഓപ്പൺ കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അവരുടെ ഈക്വാലിറ്റി അത് ബാധിക്കുന്നില്ല എന്നാണ്. ഈക്വാലിറ്റി അവർ ഈക്വലായിട്ടാണോ കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഗവൺമെൻറ് ഷുഡ് കൺസിഡർ ബോത്ത് ഓപ്പണിംഗ് അപ്പ് EWS quota to all communities and keeping the income criteria much lower than the ceiling, perhaps at the same level as income tax slab. ഇൻകം ടാക്സ് സ്ലാബിൻ്റെ വരെയെങ്കിലും എന്താണ് ഈ പറഞ്ഞ ഇൻകം ക്രൈറ്റീരിയ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ 8 ലക്ഷം എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് സീരിയസ്ലി അതൊരു ഫ്ലോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. തീരെ ക്ലിയർ അല്ലാത്ത ഒരു മാനദണ്ഡമാണ് ഈ പറഞ്ഞ റിസർവേഷന് വേണ്ടി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാൽ ശരി, 5 അംഗ ബെഞ്ച് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ വാലിഡ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷനെ കുറിച്ച്.